ചില ചിത്രങ്ങൾ അങ്ങനെയാണ്. നായകനെ ബൂസ്റ്റ് ചെയ്യാൻ ഫൈറ്റ് സീനുകളോ സിനിമാറ്റിക് ഗിമിക്സോ ഒന്നും തന്നെ ആവശ്യമില്ല. പകരം നായക കഥാപാത്രത്തിന്റെ തിരക്കഥാപരമായ വൈവിധ്യം കൊണ്ടും ആ നായക കഥാപാത്രം അവതരിപ്പിച്ച നടന്റെ അഭിനയം കൊണ്ടും പ്രേക്ഷകർക്കിടയിൽ ഒരു മാസ് ഓറ അങ്ങ് നിർമ്മിച്ചെടുക്കും. ഞാൻ പറഞ്ഞു വരുന്ന ചിത്രം ഏതാണെന്ന് ഇതിനോടകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. യെസ്, ജയറാം രാജസേനൻ കൂട്ടുകെട്ടിൽ 2000 പുറത്തിറങ്ങിയ നാടൻ പെണ്ണും നാട്ടുപ്രമാണി. കഥയിലേക്ക് വരുമ്പോൾ നായകൻ ഒരു ജ്വല്ലറി ഉടമയാണ്. അതിനേക്കാളുപരി പണത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു കഴുത്തറപ്പൻ ബ്ലേഡ് കൂടിയാണ് നമ്മുടെ നായകൻ. നായകൻ അങ്ങനെയൊക്കെ ആയിത്തീർന്നതിൽ ഒരു ശക്തമായ ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ മോട്ടീവ് നായകനുണ്ട്. 2 വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു സ്റ്റോറി ലൈനാണ് ഈ ചിത്രത്തിന്റെ. ഈ രണ്ടിൽ ഞാൻ ഏതിനെ പറ്റി ഇവിടെ പറഞ്ഞാലും ഈ ചിത്രം ഇതുവരെ കാണാത്തവർക്ക് ഈ വീഡിയോ ഒരു സ്പോയിലറായി മാറും. സോ അതിനെപ്പറ്റി ഞാൻ ഇവിടെ പറയുന്നു. തുടക്കം മുതൽ അവസാനം വരെ നായകന് മാത്രം സ്കോറിംഗ് കൊടുക്കാതെ ചിത്രത്തിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും മികച്ച സ്ക്രീൻ പ്രസൻസ് കൊടുക്കുന്ന രാജസേനൻ മെത്തേഡ് നമുക്ക് ഈ ചിത്രത്തിലും കാണാം. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇതിലെ കോട്ടയം നസീറിന്റെ കഥാപാത്രം. ചിത്രത്തിൽ ഈ കഥാപാത്രത്തിന്റെ ദൈർഘ്യം കുറവാണെങ്കിലും വീരമണി എന്ന ഈ കഥാപാത്രത്തെ ചിത്രത്തിൽ കാണിച്ചു തുടങ്ങുന്നത് മുതൽ പിന്നീട് അങ്ങോട്ടുടനീളം ഈ കഥാപാത്രത്തെ നമ്മൾ ഓർക്കും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീലുകളിൽ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒന്നാണ് ഈ ചിത്രത്തിലെ ജയറാമിന്റെ ഈ സീൻ. അതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ആ സ്വർണത്തിന്റെ കത്തിയെടുത്തുള്ള ജയറാമിന്റെ മാസ് ഡയലോഗും അത് കഴിഞ്ഞുള്ള നടത്തം, ഒപ്പം ആ കൊടൂര BGM മതി ഈ ചിത്രം മുന്നോട്ട് കാണാനും ഇനി അങ്ങോട്ടുള്ള നായകന്റെ ഇമ്പാക്ട് എന്താണെന്നറിയാനും ഈ സീൻ തന്നെ ധാരാളമായിരുന്നു. ഇനി ഞാൻ ഈ ചിത്രത്തെ പറ്റി എന്ത് പറഞ്ഞാലും സ്പോയിലർ ആവും. സോ ഞാൻ പറയുന്നില്ല. ഗോവിന്ദൻ ഇങ്ങനെ. ജയറാമിന്റെ മാസ് ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണിത്. ഈ ചിത്രത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.